കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ ദേശീയപാത 66-നടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജകളോ ഇല്ല എന്നുള്ളതാണ്. ഫലം എങ്ങനെയുണ്ടാകുന്നത് ഒരു കണ്ടീഷണൽ പ്രാർത്ഥനയാണ്. ഈശ്വരന്മാരെപ്പോഴും സൂക്ഷ്മരൂപത്തിലുള്ളവരാണെന്ന് പറഞ്ഞു. സൂക്ഷ്മരൂപം നമുക്ക് 22 ഏക്കറിൽ കാവുകളും ആൽത്തറകളുമായി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ക്ഷേത്രവും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ക്ഷേത്ര കവാടം കടന്നാൽ ആദ്യം കാണുന്നത് ഭക്തജനങ്ങൾക്ക് സ്വാഗതമരുളി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഓച്ചിറ കാളകളെയാണ്. ഭക്തജനങ്ങൾ അവയെ പ്രദക്ഷിണം വയ്ക്കുകയും ദക്ഷിണ അർപ്പിക്കുകയും ചെയ്യുന്നു. വൃശ്ചികം 1 മുതൽ 12 വരെ നടക്കുന്ന 12 വിളക്കാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും 28-ാം ഓണത്തിലെ കെട്ടുത്സവവുമാണ് മറ്റ് പ്രധാന വിശേഷങ്ങൾ. കിഴക്കും പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്ന ആൽത്തറകൾ ഉണ്ടിക്കാവ്, എട്ടുകണ്ടം, തകിടിക്കണ്ടം, ഗണപതി കോവിൽ എന്നിവയും വലം വെച്ച് ഭക്തർ പ്രാർത്ഥിക്കുന്നു. ഇവിടത്തെ പ്രധാന വഴിപാട് എട്ടുകണ്ടം ഉരുളിച്ചയാണ്. ചെളിയാണ് പ്രസാദമായി നൽകുന്നത്. വൃശ്ചികം 1 മുതൽ 12 വരെ നടക്കുന്ന 12 വിളക്ക് ആഘോഷ സമയത്ത് വീടും സുഖസൗകര്യങ്ങളും താൽക്കാലികമായി വെടിഞ്ഞ ഭക്തർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നു. ഇതിനായി വർഷം തോറും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. രോഗശാന്തിക്കായി ഭക്തർ കൈ, കാൽ, കണ്ണ് എന്നീ രൂപങ്ങളും 6 രൂപങ്ങളും നേർച്ചയായി സമർപ്പിക്കുന്നു. ഏകമാണ്, എല്ലാത്തിനും കാരണമാണ്, ആദിവ്യാന്തങ്ങളില്ലാത്തതാണ്, ജനനമരണങ്ങളില്ലാത്തതാണ്, സച്ചിദാനന്ദ ബോധ സ്വരൂപമാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയ മനസ്സുകൾക്ക് അതാണുമായ ഇതെന്ന് പറയുന്നത് നമ്മൾ ദൃഷ്ടിയിൽ കാണുന്നതാണ്. ഇതും ബ്രഹ്മമാണ്, ഇതും പൂർണ്ണമാണ്. പക്ഷേ യഥാർത്ഥ പൂർണ്ണമെന്ന് പറയുന്നത് ഈ പ്രതിബിംബത്തെ കാണാൻ പറ്റും. ആ ഓരോ പ്രതിബിംബവും സൂര്യൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആ ശാശ്വതമായ സൂര്യൻ നേരിലാണ് നിൽക്കുന്നത്. ആ ശരിക്കും താഴെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് പരിവർത്തനപ്പെടുത്തുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റമാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അതാണ് മഹാദേവൻ ചെയ്യുന്നത്. നമ്മളിൽ തന്നെ നമ്മളുടെ മനസ്സിൽ ആ അറിഞ്ഞിരിക്കുന്ന ആ ഒരു അഹംബോധം അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവർ ഒന്നുമല്ല, ഞാനാണ് ഏറ്റവും വരുന്നത്, ഞാനാണ് എല്ലാ കാര്യങ്ങളും ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം മനസ്സാന്തരം വെക്കുക, അവരെല്ലാം ആവശ്യത്തിപ്പിക്കുക. ഞാനില്ലെങ്കിലും ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്കൊരു ശാസ്ത്രമാണ്. അതുകൂടി ഞാൻ പറയാം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഈശ്വരനെയും നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു രൂപം ഉണ്ടാവും. ആ രൂപത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ രൂപം നമ്മുടെ മനസ്സിലാണ്. ആ രൂപത്തിൽ നിന്നും നമുക്ക് അറിഞ്ഞു തരുന്നത്. വഴിപാടുകൾ നടത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. പരാതികളും അഭിപ്രായങ്ങളും ക്ഷേത്ര ഭരണസമിതിയിൽ അറിയിക്കുക. വഴിപാടുകൾ നടത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. പരാതികളും അഭിപ്രായങ്ങളും ക്ഷേത്ര ഭരണസമിതിയിൽ അറിയിക്കുക.